വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയത്തിൻ്റെ സന്ദർശനത്തിൻ്റെ അനുഗ്രഹീത ഫലവും നമ്മുടെ കർത്താവിൻ്റെ മറിയത്തിൻ്റെ ഉദരത്തിൽ ആണെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യവും രണ്ട് തെളിവുകൾ അവിടെ ഉണ്ടാക്കുകയാണ്. ഒന്ന്, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ജനിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകൻ കുതിച്ച് ചാടുന്നു. രണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഉദരത്തിൽ ഉള്ള ഒരു ഗർഭസ്ഥ ശിശു കുതിച്ചു ചാടുക, പരിശുദ്ധാത്മാവിൽ നിറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രകൃത്യാ നടക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ കർത്താവിന് എന്തും സാധ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് യാതൊരു കാരണങ്ങളെയും തടസ്സമായി കാണുന്നില്ല. ഒരു ശിശു, അതും ഗർഭസ്ഥ ശിശു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു തെളിവ് ഇതിവിടെ നൽകുകയാണ്. ശിശുക്കളെ സ്നാനപ്പെടുത്തുമ്പോൾ അവർക്ക് വിശ്വാസം എന്ന ദൈവകൃപ സ്വീകരിക്കാൻ സാധിക്കുമോ? അതുപോലെ അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉദരത്തിൽ ഉള്ള ഒരു ശിശു പരിശുദ്ധാത്മാവിൽ, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്താലും മറിയത്തിൽ നിന്ന് കേട്ട അഭിവാദന വചനത്താലും പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളുടെ തടസ്സമോ വളർച്ച എന്ന സ്വാഭാവിക കുറവുകളോ ഒന്നും ദൈവകൃപ സ്വീകരിക്കുവാൻ ഒരു തടസ്സമായി തീരുന്നില്ല. ഈ ഗർഭസ്ഥനായ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നതിൻ്റെ അടയാളമായിട്ട് അവൻ കുതിച്ചു ചാടുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അരൂപിയിൽ നിറയുന്നു, ശക്തനായി തീരുന്നു, അവൻ്റെ ദൗത്യം സ്വീകരിക്കുന്നു. ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടുന്നു. അടുത്ത കാര്യം, തൊട്ടടുത്ത നിമിഷം എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. എലിസബത്ത് തിരിച്ചറിയുന്നു കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നും. പിന്നീട് സ്തുതികളാണ് ഉണ്ടാകുന്നത്. ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ ഒരു കാര്യവും, പ്രകൃത്യാവുള്ള ഒന്നും, നമ്മുടെ അറിവുകളും അനുഭവങ്ങളും നമ്മുടെ ബോധ്യങ്ങളും ഒന്നും തടസ്സമായി തീരുന്നില്ല. കൃപ നിറഞ്ഞ ഒരാളുടെ അഭിവാദനവും അവരിൽ നിന്ന് വരുന്ന അവരുടെ സാന്നിധ്യം പോലും ഒരാളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കുന്നു. അതാരുടേതാണ്? പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരുടേതുമല്ല. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.